पोल डायरी का ये एग्जिट पोल छप्पर फाड़ कर कोई नहीं है दूर दूर तक 184 से 209 तक एनडीए को देता हुआ पोल डायरी यहाँ पर नजर आ रहा है. വോട്ട് കട്ടവർക്കാണോ അല്ലെ എക്സിറ്റ് പോൾ കക്കാൻ ബുദ്ധിമുട്ട്? നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടോ കട്ട എക്സിറ്റ് പോളിന്റെ അവസ്ഥകളെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കുറേ എക്സിറ്റ് പോളുകൾ കണ്ടു അല്ലേ? നമ്മൾ ഇന്നലെ സമയമില്ലാത്ത സമയത്ത് ഇറക്കിയ പല എക്സിറ്റ് പോളുകളും കണ്ടു. എക്സിറ്റ് പോളുകളിൽ എടുത്തു പറയേണ്ട എക്സിറ്റ് പോളുകളായിട്ട് നമുക്ക് പറയേണ്ടത് എന്താ പറയുക, മാട്രേസിൻ്റെ എക്സിറ്റ് പോളായിരുന്നു. അതിൽ NDAക്ക് 147 മുതൽ 167 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പീപ്പിൾസ് പൾസിലും ഇത് 159 വരെ, പിന്നെ ദിനക് ഭാസ്കറിലും പീപ്പിൾസ് ഇൻസൈറ്റ്, JVC, PMAC, ചാണക്യ സ്ട്രാറ്റജീസ്, DV റിസർച്ച്, TIF റിസർച്ച്, പോൾ ഓഫ് പോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇതിൽ കംപ്ലീറ്റ്, അതായത് 100 സീറ്റിൽ പോലും എത്താതെ നമ്മുടെ മഹാഗഠബന്ധനല്ല മഹാ അപരാധമായിട്ട് മാറും എന്നുള്ള രീതിയിലായിരുന്നു പല എക്സിറ്റ് പോളുകളും അവരുടെ വിധി പറഞ്ഞത്. അതായത് ഇലക്ഷൻ കഴിയുന്ന സമയം വരെ മഹാസഖ്യത്തിന് അവർക്ക് അത്രയും വോട്ട് വരും, അല്ലെങ്കിൽ അവിടെ പോളിംഗ് കൂടുന്നതനുസരിച്ചിട്ട് ഒരു ഭരണവിരുദ്ധത ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ചെയ്ത ആളുകൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നേരെ തിരിയാണ് ചെയ്തിരുന്നത്. പിന്നെ ഗോദി മീഡിയയാണ്, നമ്മൾ ഒരുപാടൊന്നും അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതല്ലാണ്ട് ഇപ്പം മഹാസഖ്യത്തിന് സപ്പോർട്ടായിട്ട് വന്ന എക്സിറ്റ് പോളുകൾ നമുക്ക് നോക്കാം. ഒന്ന് ജേണോ മിററിലാണ് ഒന്ന് വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞത് NDA 110 സീറ്റ് വരെ, മഹാഗഠബന്ധൻ 130 മുതൽ 140, പിന്നെ AMIM ഒരു 3 മുതൽ 4 സീറ്റ് വരെയും, പിന്നെ അതേഴ്സ് 3 സീറ്റ്. ഇങ്ങനെയാണ് മറ്റേ ജേണോ മിററിൽ വന്നിട്ടുള്ളത്. കുറേ എപ്പോഴും അക്യുറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഇതൊക്കെ തന്നെയാണ് ഇവരുടേത്. പിന്നെ വരുന്നത് DB ലൈവ് ഓൾമോസ്റ്റ് മഹാഗഠബന്ധൻ 130 മുതൽ 144 വരെ സീറ്റ് പോകും. NDA 195 മുതൽ 109, പിന്നെ അതേഴ്സ് 8. ഇതൊന്നും അല്ലാണ്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് NDA 200 സീറ്റിൻ്റെ മേലെ, ആകെ 243 സീറ്റോളമുള്ള സ്ഥലത്ത് 210 സീറ്റ് വരെ NDA നേടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാലും ഞെട്ടണ്ട, അങ്ങനത്തെ പല വാർത്തകളും നമ്മൾ പലതിലും കാണും. അതുകൊണ്ട് ഈ ആവേശത്തിൻ്റെ പിന്നിലുള്ള ചൊക്ലി അല്ലെങ്കിൽ ചിക്ലി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അപ്പം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റൈല് പോകുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട 2 എക്സിറ്റ് പോളുകൾ വരാറുണ്ട്. അതായത് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഇന്ന് 5 മണിയാകുമ്പോഴേക്കും വരും. അതുപോലെ തന്നെ ഈ സി വോട്ടേഴ്സ്, ടുഡേയ്സ് ചാണക്യയുടെ ഒക്കെ എന്താ പറയുക ഈ എക്സിറ്റ് പോളുകളും ഇന്ന് 5 മണിയാകുമ്പോഴേക്കാണ് വരുന്നത്. പിന്നെ ഈ എക്സിറ്റ് പോളുകളുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 2015 2020 എക്സിറ്റ് പോൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ബീഹാറിൽ സംഭവിച്ചത്. ബീഹാറിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളുടെ അവരുടെ ഒരു എന്താ പറയുക പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ, അവർ പറയുന്നതിൻ്റെ അക്യുറസി എടുത്തു കഴിഞ്ഞാൽ വെറും 50-55% മാത്രമേ അവർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ളൂ ബീഹാറിൻ്റെ കാര്യത്തിൽ. ഇനി ഓൾ ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു 65 മുതൽ 70% മാത്രമാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത് ശരിയായിട്ടുള്ളത്. ബാക്കി എപ്പോഴും തിരിഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. അപ്പം ഈ ഒരു ബീഹാറിലെ ഈ ഒരു എക്സിറ്റ് പോളിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പം അവിടുത്തെ 1-2 മറ്റ് ചില വീഡിയോൻ്റെ ക്ലിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് അവിടുത്തെ വോട്ട് ചെയ്ത ജനങ്ങൾ പോലും ആകെ അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ ചില ആളുകളുടെ ക്ലിപ്പുകൾ ഞാൻ വെച്ച് തരാം, അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. मिश्रा जी, क्या मुद्दा रहा इस बार? मुद्दा है विकास का ही. जो विकास होगा, जो विकास करेगा, उसी के तरफ वोट दिया जाएगा. जो आदमी वोट कर चुके हैं आप, तो विकास के नाम पे, विकास के नाम पर ही दिए हैं. ഇതിൽ ഇവർ പറയുന്നത് ഞങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്, ഇവിടെ ഇത്രയും കാലം ഈ വികാസ് അല്ലെങ്കിൽ വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല, അപ്പം 20 വർഷമായിട്ട് ഇല്ലാത്തൊരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തതാണ്, അതെന്തായാലും മഹാസഖ്യത്തിനായിരിക്കും എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. दवाई, पढ़ाई, शिक्षा, बेरोजगारी को मुद्दा हम लोग का ही है. मुख्य मुद्दा ये रहा. अच्छा, पहली वाली सरकार कुछ दिया आप लोगों को या नहीं? कुछ नहीं दिया है. पहली सरकार खाली बात बनाते रह गया, काम अभी तक कुछ नहीं दिखा. മറ്റു ചില ആളുകൾ പറയുന്നത് തൊഴിലില്ലായ്മയുടെ അവസ്ഥയാണ്, ജോലി ഇല്ലാണ്ട് പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ല, പഠിച്ച് വിദ്യാഭ്യാസം നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ ഇനി പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പോലും ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് ഈ പറഞ്ഞ ബീഹാറിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റു ചില ആളുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ കാരണം മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പം നമ്മുടെ കേരളത്തിലോണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബംഗാളി എന്ന് പറഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ ബീഹാറികളുണ്ടാകും.
ബീഹാറികളും അസാമീസും ഒക്കെയാണ് ബംഗാളിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. കാരണം അവിടെ ജോലിയില്ല. ഈ ജോലി കിട്ടിയാൽ തന്നെ 10, 100, 200 രൂപ ശമ്പളം മാത്രമായിരിക്കും ഒരു ദിവസം പ്രതിദിന വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ 800, 1000, 1500 ഒന്നും കിട്ടാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ ആ സ്ഥലങ്ങളൊക്കെ വിട്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത്. ഇനി അവിടെ വിദ്യാഭ്യാസ നില വളരെ പരിതാപകരമാണ്. അംഗനവാടി മുതൽ നിങ്ങളങ്ങ് കോളേജ് വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ സ്കൂളുകളും മറ്റ് കോളേജുകളും ഒക്കെ വളരെ എണ്ണം കുറവാണ്. ഇനി എണ്ണം ഉണ്ടായിട്ടും കാര്യമില്ല, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ് ബീഹാറിൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ആൾക്കാരാണ് ഈ പറയുന്നത് ഞങ്ങൾ അതൊക്കെ തിരിയാൻ, ഞങ്ങൾ ആ ഒരു ഭരണത്തിൻ്റെ വിരുദ്ധത മാറ്റി ഞങ്ങൾ അതിനെതിരെയാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എക്സിറ്റ് പോളുകളിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാത്തതിന് അല്ലെങ്കിൽ പോരാത്തതിന് അവിടുത്തെ എന്താ പറയുക വിലക്കയറ്റവും ബാക്കി എല്ലാ കാര്യങ്ങളും, ജീവിത നിലവാരം ഒട്ടും മേലോട്ട് വരുന്നില്ല, പക്ഷേ വിലക്കയറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ബീഹാറിൻ്റെ ഒരവസ്ഥ. പിന്നെ പല ആളുകളും പറയുന്ന ഒരു അഭിപ്രായം അവിടുത്തെ ജാതിപരമായിട്ട് ഭയങ്കര മോശം, ദളിതരെ സൈഡാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സവർണ ബ്രാഹ്മണ NDA എന്നൊക്കെ പറഞ്ഞ BJPക്കാർ മേലോട്ട് പൊന്തി വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ ജാതി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും പിന്നെ ഈ ദളിതരും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതൊക്കെ ഒന്ന് മറികടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു NDA സർക്കാർ അവിടെ നിന്ന് മാറിയേ പറ്റൂ, അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ സർക്കാർ മാറ്റിയേ പറ്റൂ എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ബീഹാറിലുള്ളത്. അപ്പം ഞങ്ങൾ ഈ ചെയ്ത വോട്ടൊക്കെ എവിടെ പോയെന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ള കാരണം അവിടുത്തെ സ്ത്രീജനങ്ങളാണ്. കാരണം ഒരു 5 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 20 വർഷങ്ങളായിട്ട് ഒന്നും കിട്ടാണ്ട് മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു 10,000 രൂപ അക്കൗണ്ടിലോട്ട് കിട്ടിയ സമയത്ത്, അതും ഈ ദീപാവലി അതുപോലെ തന്നെ ചാറ്റ് പൂജ ഒക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ 10,000 രൂപ കിട്ടി അതിൽ മഞ്ഞളിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിതീഷ് കുമാറിന് വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതല്ലാണ്ട് വെറും ഒരു 10,000 രൂപക്ക് ഒരു സംസ്ഥാനത്തിന് തന്നെ എഴുതി കൊടുക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് അവിടുത്തെ ആളുകൾക്ക്. അതുകൊണ്ടാണ് അവർ ഈ വോട്ട് ചെയ്തു പോകുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ വരുന്നുണ്ട്. അപ്പം സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള പൈസ കൊടുത്ത ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ടെടുക്കാം എന്നുള്ളതും അവിടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ആളുകൾ തിരിച്ച് മഹാസഖ്യത്തിന് വോട്ട് ചെയ്തതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ തമ്പടിച്ച് നമ്മുടെ അമിത്ഷാ വോട്ട് മറയ്ക്കുന്നത് കൂട്ടത്തിൽ വോട്ട് കട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ അത് പല രീതിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അവിടെ അവർ വോട്ട് കക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. നമ്മൾ സ്ട്രോങ് റൂം കട്ടിട്ടാണെങ്കിലും അതിനകത്തുനിന്നുള്ള എന്തൊക്കെ പരിപാടികൾ അവിടെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടാണെങ്കിലും എല്ലാ രീതിയിലും A to Z കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ താങ്ങി പിടിച്ചിട്ട് ഇവന്മാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് തെളിവും പുറത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ये वही गोदी मीडिया का जो एजेंसी है, और हाँ 24 में ये लोग कह रहे थे कि 400 पार कहीं गोदी महान TTM करने वाले चैनल जो है मोदी जी का 400 पहुंचा दिया गया था। ये क्या क्रेडिबिलिटी रहेगी ये मीडिया की, अब सब लोग जान रहे हैं। जो काम करने वाले वो भी जान रहे हैं कि हकीकत क्या है, जो मालिक है वो भी जान रहे हैं हकीकत क्या है। और 18 तारीख को आप लोग लिख के रख लीजिए, हम लोग ओथ के लिए जाएंगे और नौकरी वाली सरकार आने वाली है। आप कौन सी एजेंसी आई है? नहीं ना वो पता है आपको क्या मेथडोलॉजी है, सैंपल साइज क्या है, और वही सारे तो बंगाल भी जिता रहे थे, घुसपैठिया ला रहे थे. അതുപോലെ തന്നെ ഇന്ന് തേജസ്വി യാദവ് വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ കംപ്ലീറ്റ്ലി ഇപ്പം ഇന്ത്യ സഖ്യം അതല്ലെങ്കിൽ ഈ മഹാഗഠബന്ധൻ കംപ്ലീറ്റ്ലി എക്സിറ്റ് പോളുകളെല്ലാം തള്ളി പറയേണ്ടതായിട്ടുള്ളത്. കാരണം അവിടുത്തെ മറ്റ് പല സർവേകളും എടുക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള ആളെ ചൂസ് ചെയ്യുന്ന ഒരു സർവേ 2-3 സർവേസ് നടത്തിയിരുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ നടത്തിയ സർവേയിൽ തന്നെ ഒരു 35 to 40% ആളുകളും അവിടെ പറയുന്നത്, അതായത് വോട്ട് ചെയ്തതിൽ ആൾക്കാരും തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്ന സ്ഥാനത്ത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്നത്, NDAയുടെ മുഖ്യമന്ത്രി വേണം എന്ന് പറയുന്നത് 10-15% ആളുകൾ മാത്രമാണ് ഈ പറഞ്ഞ ബീഹാറിൽ. അപ്പം ആ ഒരു വോട്ടിംഗ് ആ രീതിയിലും ഈ എക്സിറ്റ് പോളുകൾ എങ്ങനെ ഈ രീതിയിലും പോകുന്നത് എന്നാണ് ചോദിച്ചത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ആ എക്സിറ്റ് പോളുകൾ എത്രത്തോളം കാശ് കൊടുത്തിട്ടാണ് ഇപ്പം നമ്മുടെ ഒരു ഭരണത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ കേന്ദ്ര ഏജൻസികളെ സൈഡിൽ നിന്നൊക്കെയുള്ള എക്സിറ്റ് പോളുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേരെ തിരിച്ച് നമ്മൾ അവിടെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ചാനലുകളും ജേർണലിസ്റ്റേഴ്സും ഒക്കെ ഒരുപാട് ഇത് ചെയ്തിട്ട് ഒരുപാട് പൂൾസ് വെച്ചിട്ടുണ്ട്. ആ പൂളുകളിലെല്ലാം മഹാസഖ്യമാണ് മുന്നോട്ട് നിൽക്കുന്നതും NDA പിന്നിലോട്ടുമാണ്. പക്ഷേ ഗോദി മീഡിയയുടെ ഈ അണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് അവിടുത്തെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അലിഗേഷൻസ് ഒന്നും പുറത്ത് പറയാണ്ട് പ്രൈസ് പാടിക്കൊണ്ട് നടക്കുന്ന മോദിക്ക് ജയ് പാടി മോദിക്ക് മുംകി പാടിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള
എന്താ പറയുക എക്സിറ്റ് പോളുകളിൽ NDA തൂത്തുവാരും എന്നുള്ള കാര്യങ്ങൾ വെച്ചത് നമ്മുടെ മലയാളത്തിലും ചില പ്രത്യേക ജന്മങ്ങൾ, ചില മറുനാടൻ ജന്മങ്ങളും ഇതുപോലത്തെ പോളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന കാശിന് അല്ലെങ്കിൽ കിട്ടുന്ന എന്താണെങ്കിലും, കാശാണെങ്കിലും ഏത് രീതിയിൽ എന്ത് കിട്ടുന്നെങ്കിലും അതിന് നന്ദി കാണിക്കണം, അതിന് ഞങ്ങൾ ഏത് ആസനം നക്കും എന്നുള്ള രീതിയിലുള്ള ചില ചാനലുകൾ നമ്മുടെ നാട്ടിലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ണടച്ച് എന്താ പറയുക പൂളുകളൊക്കെ പറഞ്ഞതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കാശ് കൊടുത്തു കഴിഞ്ഞാൽ മറയാത്ത ഒരു എക്സിറ്റ് പോളുകളും ഇപ്പം നമ്മുടെ നാട്ടിലില്ല. കാശ് കൊടുത്ത് മറയാത്ത ഒരു ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നാട്ടിലില്ല. കാശ് കൊടുത്താൽ മറയാത്ത ഒരു സംവിധാനങ്ങളും ഗവൺമെൻറ് സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മണ്ടന്മാരായിട്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് തണുപ്പും അടിച്ച് വെയിലും അടിച്ച് വോട്ട് ചെയ്ത് നിങ്ങളൊക്കെ പോന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ വിചാരിച്ച വിജയമല്ല അല്ലെങ്കിൽ ഫലമല്ല അവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലോട്ട് കൂട്ടിക്കോ. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ വോട്ടും കക്കും നിങ്ങളെയും കക്കും. നാളെ ഈ രാജ്യത്തിനെ മൊത്തം കട്ടുമുട്ടിച്ച് അത്ര തന്നെ.